സിദ്ദീഖ് തങ്ങളും നബിതങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവും 3 പേരാണ് പരിശുദ്ധമായ പച്ച കൊബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മദീനയുടെ റൗള എന്ന് പറയുന്ന അൽ ഹുജറത്തു ഷരീഫയിൽ 3 പേരും വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്. തങ്ങൾ 63, സിദ്ദീഖ് എന്നവർ 63, ഉമർ തങ്ങളും 63. നോക്കണേ, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം നോക്കണേ. തോളിൽ പിടിച്ച് നടന്നിരുന്ന 3 പേരും പുണ്യനബി പറയുമായിരുന്നു, ഹാക്കദാ യദ്ഖുലു സലാസതുനൽ ജന്ന, നമ്മൾ ഇതുപോലെ തോളിൽ പിടിച്ച് 3 പേരും സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞ വാക്ക് അന്വർത്ഥമായത് നോക്കൂ. ഹബീബിൻ്റെ ഖബറിൻ്റെ തൊട്ടരികത്ത് 2 പേരാ കിടക്കുന്നത്. ഈ സിദ്ദീഖ് എന്നവരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. സ്നേഹമാണ് അവിടെ കൊണ്ടെത്തിച്ചത്, മഹബ്ബത്താണ് അവിടെ കൊണ്ടുവന്നെത്തിക്കുന്നത്. തോളോട് തോൾ ചേർന്ന് ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ, ഹബീബിൻ്റെ കൂടെ നിന്ന് ഷെയ്ഖാൻ എന്ന് സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞാൽ, സ്വഹാബികളിലെ ഷെയ്ഖാൻ എന്ന് പറയുന്നത് സിദ്ദീഖ് എന്നവർ ഒരു ഷെയ്ഖ്, ഉമർ എന്നവർ മറ്റൊരു ഷെയ്ഖ്. മഹാന്മാരായ 2 അമീറുൽ മുഅ്മിനുമാർ ഹബീബിൻ്റെ കൂടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. റളിയല്ലാഹു അൻഹും വസല്ലല്ലാഹു അലാ ഹബീബിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം.